ഒരു സംശയം KPCC നേതൃത്വത്തോടും AICC നേതൃത്വത്തോടും ചോദിക്കട്ടെ. തിങ്കളാഴ്ചയാണല്ലോ ഇന്ന് KPCC അധ്യക്ഷനെ മാറ്റും, അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഇന്നലെ മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? മനോരമയിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് തിങ്കളാഴ്ച പ്രഖ്യാപനം ഉണ്ടാകും. എന്താ മനോരമയ്ക്കെതിരായിട്ടൊരു നിലപാടില്ലാത്തത്? ഇപ്പം ഈ പറഞ്ഞ തിരഞ്ഞു പിടിച്ച് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം തങ്ങൾക്കെതിരായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വാർത്തകൾ എന്ന് പറയുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനാ ദൗർബല്യത്തെ മറച്ചു വയ്ക്കാനൊന്നും കഴിയില്ല. കേരളം ഇത് കണ്ണൂർന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഈ മാധ്യമ വിഷയം അങ്ങ് മാറ്റിവെക്കാം. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ AICC നേതൃത്വമാണ് സുധാകരൻ്റെ കാര്യത്തിൽ വെട്ടിൽ വീണിരിക്കുന്നത്. എല്ലാം പറഞ്ഞ് അനുനയിപ്പിച്ച് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് സുധാകരൻ തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ ഗംഭീരമായ സമയമുണ്ടായിരുന്നു. ആ സമയമെല്ലാം ലാപ്സ് ആക്കിയതിന് ശേഷം ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലും നിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന് തന്നെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് നേതൃത്വത്തിന് വേണ്ടിയിട്ട് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരികയാണ് അല്ലേ? നേതൃത്വത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ മര്യാദയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കണം, ഇല്ലെങ്കിൽ അട്ടർ കൺഫ്യൂഷനിലാണ് ഇവിടുത്തെ പ്രവർത്തകർ എന്ന് പറയുന്ന തീരുമാനം യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല, ആ പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ച അപകടകരമായൊരു പ്രവണതയാണ്. അതിന് അവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. ഞാൻ വിചാരിക്കുന്ന ഈ കാര്യത്തിൽ അടിയന്തരമായൊരു തീരുമാനം AICC നേതൃത്വം എടുക്കുമെന്ന് തന്നെയാണ്. അതിൻ്റെ രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ജനവിധിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു വിജയം UDF-നെങ്ങാനും കിട്ടുകയാണെങ്കിൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരനെ മാറ്റാൻ കഴിയില്ല. ഇടയ്ക്ക് ഈ പറയുന്ന ഒരാഴ്ചത്തെ ഗ്യാപ്പിനകത്ത് തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. ആ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.